വലിയൊരു മലയാള സിനിമയ്ക്ക് വലിയൊരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത്. എന്നും എക്കാലത്തും അദ്ദേഹത്തിൻ്റെ എല്ലാ വേഷങ്ങളും ഓർമ്മിക്കപ്പെടും. തീർച്ചയായിട്ടും അഖില, നമ്മുടെ കാലത്തിന്റെ ചിരിയെ നിർണയിച്ച ഒരാളാണ് ഇവിടെ പറഞ്ഞു പോയിരിക്കുന്നത് എന്ന് നമുക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും. കാര്യം അതെല്ലാ അർത്ഥത്തിലും അങ്ങനെ തന്നെയാണ്. നമ്മുടെ കാലത്തെ ചിരിയെ രൂപപ്പെടുത്തിയ ആ ചിരിക്ക് പല ടോണുകൾ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ ഏഷ്യാനെറ്റിന്റെ ഒക്കെ കാലത്തെ ആ കോമിക്കോള ഹാസ്യ പരിപാടിയിലൂടെയാണ് മലയാളി ആദ്യമായിട്ട് ഈ സലിം കുമാറിന്റെ ചിരിയെ കണ്ടത്. ആ സംഭാഷണ ശൈലിയുടെയും ആ റെൻഡറിങ്ങിന്റെയും ഒക്കെ ആ ചിരിയിൽ നിന്ന് ആ ചിരി ഈ കഴിഞ്ഞ 10, 25, 30 വർഷം കൊണ്ട് നമുക്കൊപ്പം വളർന്ന് വലുതായ ഒരു ചിരിയായിരുന്നു അത്. മലയാളി ഇത്രയേറെ ചിരിപ്പിച്ച, അതിലൊപ്പം ചിന്തിപ്പിച്ച സലിം കുമാർ വിട പറഞ്ഞു പോയിരിക്കുന്നത് നമ്മുടെ സിനിമയ്ക്ക്, നമ്മുടെ കാലത്തിന്റെ സിനിമയ്ക്ക് ഏറ്റവും വലിയ നഷ്ടങ്ങളിൽ ഒന്നാണ്. ജീവിതത്തിൽ ഒരു ദിവസം ഒരു സമയത്തെങ്കിലും ഒരു സലിം കുമാർ ഡയലോഗ് ഓർത്ത് അത് ജീവിതത്തിന്റെ ഭാഗമായി തന്നെ കണ്ട് ജീവിത പരിസരങ്ങളിൽ പറയാത്ത മലയാളി ഇല്ല എന്ന് തന്നെ പറയാം. നമ്മുടെ ഫോണിലെ മീമുകളായും ചിത്രങ്ങളായും അദ്ദേഹത്തിന്റെ ഓരോ കഥാപാത്രങ്ങൾ എത്രയോ തവണ ഒരു ദിവസം നമ്മെ ചിന്തിപ്പിച്ചും ചിരിച്ചും ഇങ്ങനെ കടന്നു പോകുന്നുണ്ട്. തനിക്ക് ലഭിക്കുന്ന ഏത് വേഷവും അനശ്വരമാക്കാൻ കഴിയുന്ന ഒരു പ്രതിഭയാണ് ചാനൽ. ചിരിക്കപ്പുറം ഇപ്പോ സൈഫുന്നീസയും അഖിലയും ഒക്കെ സൂചിപ്പിച്ചതുപോലെ എത്രയോ അകക്കാമ്പുള്ള കഥാപാത്രങ്ങളെ, ചിരിയുടെ കഥാപാത്രങ്ങൾക്ക് അകക്കാമ്പില്ല എന്നല്ല പറയുന്നത്, എന്നാലും സ്വഭാവ കഥാപാത്രങ്ങളെ കൂടി, ക്യാരക്ടർ റോളുകളെ കൂടി എത്രയോ റോളുകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ കുറെ നാളുകളായി അദ്ദേഹം അനാരോഗ്യത്തെ തുടർന്ന് വിശ്രമത്തിലായിരുന്നു. പക്ഷെ അപ്പോഴും പൊതുവേദികളിൽ അദ്ദേഹം എപ്പോഴും എത്തുന്നുണ്ടായിരുന്നു. രാഷ്ട്രീയ അഭിപ്രായങ്ങൾ പൊതുവെ കലാകാരന്മാർ പൊതുവെ പറയാൻ മടിക്കുന്ന ഒരു സ്വഭാവം അദ്ദേഹം കാണിച്ചില്ല. അദ്ദേഹം തുറന്നു പറഞ്ഞു രാഷ്ട്രീയ അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചു. എക്കാലത്തും അദ്ദേഹം കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ കൂടെ നിന്ന ആളായിരുന്നു. ഏറ്റവും അവസാനം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോലും അദ്ദേഹം അനാരോഗ്യം വകവയ്ക്കാതെ വേദികളിലൊക്കെ എത്തി. ശരിക്കും 68 ഒക്ടോബർ 10 അദ്ദേഹം ജനിച്ചതെന്നാണ് ഇപ്പോൾ പെട്ടെന്ന് തിരയുമ്പോൾ കിട്ടുന്നത്. എറണാകുളം ജില്ലയിലെ വടക്കൻ പറവൂരിലായിരുന്നു സലിം കുമാർ ജനിച്ചത്. മാലിയങ്കര IHRD കോളേജിലും അതിനുശേഷം മഹാരാജാസ് കോളേജിൽ എന്നിവിടങ്ങളിലായിട്ടായിരുന്നു വിദ്യാഭ്യാസം. ആ കാലത്ത് തന്നെ അദ്ദേഹത്തിന്റെ പ്രതിഭയെ തെളിയിക്കുന്നുണ്ടായിരുന്നു. സർവകലാശാല യൂത്ത് ഫെസ്റ്റിവലുകളിലൊക്കെ മിമിക്രിക്ക്, അതേപോലെ ഹാസ്യപ്രധാനമായിട്ടുള്ള നാടക അവതരണങ്ങളിലും ഒക്കെ കൂടി അദ്ദേഹം ശ്രദ്ധേയനായിട്ടുണ്ട്. ആ സമയത്ത് തന്നെ കലാലയ ജീവിതത്തിൽ നിന്ന് വിദ്യാഭ്യാസം പൂർത്തിയാവുന്ന സമയത്തും അതിനോടൊപ്പം തന്നെ കലാഭവനൊപ്പം സജീവമാകുന്നു. അതേപോലെ തന്നെ ആദ്യകാല ടെലിവിഷൻ ഹാസ്യ ഷോകളിൽ, പ്രത്യേകിച്ചും ഏഷ്യാനെറ്റിലെ കോമിക്കോള പോലെയുള്ള പരിപാടികളിൽ ദിലീപിനൊക്കെ ഒപ്പമാണ് അദ്ദേഹം ആദ്യം മലയാളിയെ ചിരിപ്പിച്ചു തുടങ്ങിയത് എന്ന് നമുക്കറിയാം. പിന്നെ ആ കലാഭവനിൽ നിന്ന് അത് ഹരിശ്രീയിലേക്ക്, കൊച്ചിൻ ഹരിശ്രീയിലേക്ക് അദ്ദേഹത്തിന്റെ ഈ ഹാസ്യത്തോടൊപ്പമുള്ള യാത്ര വലുതാവുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് വ്യാപിക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു കാലത്ത് ഉത്സവപ്പറമ്പുകളെയും അതേപോലെ പള്ളിപ്പറമ്പുകളിലെയും ഒക്കെ ചിരി കൊണ്ട് ആറാടിച്ച മിമിക്സ് പരേഡ് എന്നൊരു കലാരൂപം കൊച്ചി കേന്ദ്രമാക്കി വന്ന സമയം, പ്രത്യേകിച്ചും കൊച്ചിൻ കലാഭവന്റെ സൃഷ്ടിയായിരുന്നു മിമിക്സ് പരേഡ്. അതിന്റെ ആദ്യത്തെ തലമുറയ്ക്ക് ശേഷം അതിനോടൊപ്പം ചേർന്ന ആളുകളിൽ ഏറ്റവും പ്രമുഖരായ ഒരാളായിരുന്നു സലിം കുമാർ. സ്വാഭാവികമായിട്ടും അത് ഹരിശ്രീയിലേക്കും വ്യാപിക്കുന്നു. ഹരിശ്രീ അശോകനൊക്കെ ഒപ്പം അദ്ദേഹം അവിടെയും പ്രവർത്തിച്ചിട്ടുണ്ട്. പിന്നെ ആ കാലത്തെ കൊച്ചിയിലെ മിമിക്സ് ട്രൂപ്പുകളിൽ നിന്ന് നേരിട്ട് സിനിമയിലേക്ക് ഒരു എൻട്രി, ഒരു കാലത്ത് ഈ കലാഭവൻ, അതായത് ഈ KPSCയിൽ നിന്നൊക്കെ സിനിമയിലേക്ക് എത്തിയതുപോലെ, നാടകത്തിൽ നിന്ന് സിനിമയിലെത്തിയതുപോലെ, പിന്നെ ആ കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകത തന്നെയായിരുന്നു ഇങ്ങനെ ഈ കൊച്ചിയിലെ മിമിക്രി ട്രൂപ്പുകളിൽ നിന്ന്, മിമിക്സ് പരേഡ് ട്രൂപ്പുകളിൽ നിന്ന് അക്കാലത്തെ ലോ ബഡ്ജറ്റ് സിനിമകളിലേക്കും അതുവഴി പിന്നീട് ഈ ഹാസ്യപ്രധാനമായിട്ടുള്ള റോളുകൾ, പ്രമേയങ്ങൾ കൈകാര്യം ചെയ്യുന്ന കൊച്ചി പ്രത്യേകിച്ചും ലൊക്കേഷനായി കേന്ദ്രീകരിച്ചിട്ടുള്ള സിനിമകൾ ധാരാളമായി രൂപപ്പെടുന്ന ഒരു കാലമായിരുന്നു. അന്ന് അദ്ദേഹത്തിന്റെ അഭിനയ ശൈലിക്കും അദ്ദേഹത്തിന്റെ ശരീരഭാഷയ്ക്കും രൂപത്തിനും ഒക്കെ ചേർന്ന തരം ഒരു പ്രത്യേകതരം കഥാപാത്രങ്ങളെയാണ്, സ്ലാപ്സ്റ്റിക് ശൈലിയിലൊക്കെയുള്ള കഥാപാത്രങ്ങളെയാണ് അവതരിപ്പിച്ചു തുടങ്ങിയത്. ആ കാലത്തെ ചിരിയുടെ പര്യായമായി അങ്ങനെ അദ്ദേഹം മാറുകയായിരുന്നു. തുടർന്ന് അദ്ദേഹം മലയാള സിനിമയിലെ ചിരിയുടെ ഒരു അവിഭാജ്യ ഘടകമായി തന്നെ മാറുന്നുണ്ടായിരുന്നു. ഇപ്പോ സൈഫൊക്കെ സൂചിപ്പിച്ചതുപോലെ അതിനുശേഷം എനിക്ക് തോന്നുന്നു 96 സിദ്ദിഖ് ലാൽ കൂട്ടുകെട്ട് നിർമ്മിച്ച് പുറത്തിറക്കി ഇഷ്ടമാണ് 100 വട്ടം എന്ന ചിത്രത്തിലൂടെ
വേഷങ്ങളിലൂടെയാണ് സലിംകുമാർ ചലച്ചിത്ര രംഗത്തേക്ക് കടന്നു വരുന്നത്. പിന്നീട് ചെറിയ ചെറിയ റോളുകളിലൂടെയാണ് അദ്ദേഹം ചുവടുറപ്പിക്കുന്നത്. ഒരു 90കളുടെ അവസാനവും 2000ങ്ങളുടെ ആദ്യ പകുതിയോടും കൂടി ഇറങ്ങിയ ഹാസ്യപ്രധാനമായ നിരവധി ചലച്ചിത്രങ്ങളിൽ അദ്ദേഹം ശ്രദ്ധേയമായ വേഷങ്ങൾ ഇട്ടിട്ടുണ്ട്. അങ്ങനെ മികച്ച ധാരാളം ഹാസ്യ കഥാപാത്രങ്ങൾക്ക് അദ്ദേഹം ജീവൻ നൽകി. ഇപ്പോൾ എണ്ണി പറയാൻ നേരത്തെ പറഞ്ഞതുപോലെ, സൈഫു പറഞ്ഞതുപോലെ, പെട്ടെന്ന് ഇത്ര വലിയൊരു നഷ്ടത്തിന്റെ മുമ്പിൽ നമ്മളെ ചിരിപ്പിച്ച, നമ്മളെ എത്രയോ വട്ടം ഓർത്തോർത്ത് റിപ്പീറ്റ് വാല്യുള്ള കഥാപാത്രങ്ങളായി വീണ്ടും 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 കണ്ട് നമ്മളെ ചിരിപ്പിച്ച ആ കഥാപാത്രങ്ങൾ ഈ വിയോഗത്തിന്റെ സമയത്ത് നമ്മുടെ മനസ്സിലൂടെ ഇങ്ങനെ മിന്നി മാഞ്ഞു പോവുകയാണ്. ഈ വലിയ ദുഃഖത്തിന്റെ സമയത്ത്, അതായത് ഈ കല്യാണരാമനിലെ പ്യാരി എന്ന കഥാപാത്രത്തെ നമ്മൾ ഓർക്കുന്നുണ്ട്. പുലിവാൽ കല്യാണത്തിലെ മണവാളനെ ഓർക്കുന്നുണ്ട്.